നോക്കിയേ, കണ്ണ് സംസാരിക്കുവോ? കൈ സംസാരിക്കുവോ? പിന്നെ ചൊവ്വേ ഒരു നോട്ടം നോക്കിയാൽ അതിന് അർത്ഥമുണ്ട്. നീ ചോദിക്കുക, അതിനർത്ഥം എന്നാ? ശിമോൻ അറിയാം, അവൻ ചോദിച്ചാൽ പറയാത്ത കാര്യം യോഹന്നാൻ ചോദിച്ചാൽ പറയും. ഇങ്ങനൊരു ബന്ധം ദൈവമായിട്ട് ഉണ്ടാക്കണം. ചിലര് നിന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ കാര്യം, അവര് പ്രാർത്ഥിച്ചാൽ കേട്ടില്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അങ്ങനൊരു ബന്ധം ദൈവവുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇത് നമ്മൾ ചുമ്മാ കൈയടിച്ച് ഒരു രോഗശാന്തി പ്രാപിക്കാൻ വന്നതല്ല നമ്മളിവിടെ. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാ, അതൊക്കെ നിനക്ക് ദൈവം തരും. പക്ഷേ അതിനുപരിയാണ് നീയും യേശുവും തമ്മിലുള്ള ബന്ധം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇച്ചിരൂടെ ഗഹനമായിട്ട് നമുക്ക് ആ ദൂതിലോട്ട് പോകാം. ഇന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഒരു ആലോചന പറയുക, നിന്റെ കുടുംബത്തിൻ്റെ വിടുതലിൻ്റെ കാരണം യേശുവുമായിട്ടുള്ള ബന്ധമായിരിക്കണം. എത്ര പേർക്ക് അതിന് ആമയും പറയാൻ പറ്റും? നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് പോകാം. അപ്പോൾ ഈ പത്രോസ് യോഹന്നാനോട് പറഞ്ഞു, യേശുവിനോട് ചോദിര് എന്ന് കണ്ണ് കാണിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കി. അവൻ പറഞ്ഞത് ആരെ കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു. യോഹന്നാൻ പിന്നെ ഒന്നുകൂടെ ചാരി മാറോട്, കർത്താവേ ആരെന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം പറയാം, ഈ ദൈവസാന്നിധ്യത്തിന്റെ ആ ഒരു സ്പർശനമൊക്കെ അനുഭവിച്ച് ഒരാൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ, ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരിക്കൽ സ്തോത്രം, ഒരു മീറ്റിംഗ് അങ്കമാലിക്കടുത്ത് ഒരു ഓർഫനേജിനോട് ബന്ധപ്പെട്ട് ഒരു 3 ദിവസത്തെ കൺവെൻഷൻ നടക്കുക. നമ്മുടെ കൊയറൊക്കെയാ പാടാനായിട്ട് പാടാൻ പോയ സമയത്ത് ഫസ്റ്റ് ജോഷി മാസ്റ്റർ ഒക്കെ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. ധാരാളം ആൾക്കാർ ഓടിക്കൂടി ഒരു മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ ആലുവാക്കാരനൊരു സഹോദരൻ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുവൈറ്റിൽ വെച്ച് എൻ്റെ കൈക്കീടി ഒരു സ്നാനമേറ്റ അബ്ബാസിയായി ജോലി ചെയ്യുന്നൊരു ബ്രദറാണ്. അദ്ദേഹം ആലുവാക്കാരനായതുകൊണ്ട് ഈ മീറ്റിങ്ങിന് അവിടെ വന്ന് 3 ദിവസവും പങ്കെടുക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക്, ദൈവത്തിൻ്റെ സ്തോത്രം, മാരകമായൊരു രോഗമുണ്ടായിരുന്നു. മാരക രോഗമെന്ന് പറഞ്ഞാൽ സ്തോത്രം, സൂര്യപ്രകാശം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണാൻ കഴിയാത്ത ഭാഗങ്ങളിലെല്ലാം ഒരുതരം ചൊറിഞ്ഞു പൊട്ടിക്കീറിയ വ്രണങ്ങളോടുകൂടിയ സ്കിന്നിലുള്ള ഒരു രോഗം. മുഖത്തില്ല, കയ്യലില്ല, പക്ഷേ കൈയുടെ മുട്ടു തൊട്ട് മേപ്പോട്ടുണ്ട്. അതുകൊണ്ട് ഇത് വരുന്നതിനനുസരിച്ച് ബ്ലൗസിൻ്റെ ഇറക്കവും വസ്ത്രധാരണവും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞ 19 വർഷമായി ഈ രോഗം തുടങ്ങിയിട്ട് പോകാത്ത ഹോസ്പിറ്റലില്ല, കഴിക്കാത്ത മരുന്നില്ല. ബ്രദറെ, ആ പ്രാർത്ഥനയുടെ 3-ാമത്തെ രാത്രി ആ സിസ്റ്റർ ആ ബ്രദറിനോട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ തീ കത്തുന്ന അനുഭവം ഉണ്ടായി. സ്തോത്രം. അന്നേരം എന്നെ എടുത്തെറിയുവോ, ഞാൻ താഴെ വീഴുവോ ഒന്നും ചെയ്തില്ല. പക്ഷേ മീറ്റിംഗ് തുടങ്ങിയ മുതൽ എൻ്റെ ശരീരത്ത് തീ കത്താൻ തുടങ്ങി. സ്തോത്രം. ഞാൻ ആ സിസ്റ്റർക്ക് ഫോൺ കൊടുത്തപ്പോൾ ചോദിച്ചു, സിസ്റ്ററെ എന്തു അനുഭവം എന്ന് പറയാമോ? പുള്ളിക്കാരത്തി പറഞ്ഞ 2-ാമത്തെ രാത്രി ഞാൻ എൻ്റെ ഹൃദയം യേശുവിനായി സമർപ്പിച്ചു. ഞാൻ കർത്താവിൻ്റെ വകയെന്ന് പറഞ്ഞു. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഞാൻ മുട്ടയിരുന്നു കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പിറ്റേന്ന് പകൽ ഞാൻ ഉപവാസം എടുത്തു. പക്ഷേ അന്ന് രാത്രിയാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത്. ആ ബ്രദർ എന്നോട് പറഞ്ഞു, പിറ്റേന്ന് നേരം വെളുത്തപ്പം ഒരു പാടുപോലും ഇല്ലാതെ ശരീരം ഹീലായി. ആരും തലേ കൈവച്ചില്ല, ആരും രോഗാത്മാവിനെ ശാസിച്ചില്ല. പക്ഷേ അവൾ ദൈവത്തോട് പറ്റാൻ തുടങ്ങിയപ്പം, ഞാനൊരു ദൂത് പറയാം, നീ ദൈവത്തോട് പറ്റിക്കൊണ്ടിരിക്കുമ്പം അകലേണ്ടതെല്ലാം നിന്നെ വിട്ടകലും, അഴിയേണ്ടതെല്ലാം നിന്റെ ശരീരത്തുനിന്ന് അഴിയും, മാറേണ്ട കെട്ടുകളെല്ലാം മാറിയിരിക്കും. ഹല്ലേലൂയ. കണ്ടോ, യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുന്ന യോഹന്നാൻ യേശുവിനോട് ചോദിച്ച, കർത്താവേ അത് ആരാ എന്ന് ചോദിച്ചു. ഞാൻ അപ്പക്കണ്ട മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇവൻ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം, കർത്താവിനോട് പറ്റിയിരിക്കുന്നത് വലിയ ആത്മീയ അനുഭവമാണ്. ചില ആൾക്കാർ പറയും, സ്തോത്രം, കാശ് കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോവുക, പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നവരെ കാശ് പിടിച്ചു വാങ്ങിക്കുക എന്നൊക്കെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം, ഇതൊന്നുമല്ല സത്യം. സത്യം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ ദൈവത്തോട് ഇഴുകിച്ചേരുമ്പോൾ അവനല്ലാതായി മാറും. ഗ്ലോറി ടു ഗോഡ്. നിന്നെയും എന്നെയും ഉന്നത വിളി കൊണ്ട് വിളിച്ചത്,
ആമേ തലകുനിച്ച് നിന്റെ വീട്ടിലിരിക്കാനല്ല, നിന്റെ ദേശത്ത് നിന്നെ ഒരു അത്ഭുതമാക്കാനാ. എനിക്കെന്തോ പ്രവചിക്കാൻ ദൈവം എന്നോട് പറയുക. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചിലർ ദൈവത്തോട് പറ്റിയിരിക്കാൻ പോവുക, ദൈവത്തോട് ചേർന്നിരിക്കാൻ പോവുക. 30 വർഷം മുമ്പ് ഒരു കൊടും പാപിയായിരുന്നു ഞാൻ. യേശുവിനോട് പറ്റിയതാണ് എൻ്റെ ലൈഫിൻ്റെ വിജയം. ആരെല്ലാം നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും പേടിക്കരുത്. നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ മതി, ഒരു ശക്തി നിന്നെ തൊടത്തില്ല. ഈ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരുടെ ഉറപ്പ് പറയാം, അവർക്ക് കാണാൻ ചിലപ്പം വലിയ പേഴ്സണാലിറ്റി ഒന്നും കാണത്തില്ല. അമ്മി ചിലപ്പം ഭയങ്കര മിടുക്കരായിരിക്കും, സുന്ദരനായിരിക്കും. ചിലപ്പം അമ്മി ചെറുക്കൊക്കെ തോന്നും നിന്നെ എന്തും ചെയ്യാമെന്ന്. പക്ഷെ അടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നേ അമ്മി നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹാമാന്റെ ഒരിളക്കം ഉണ്ടായി. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മൊർദെഖായിയെ അവളെ കുടുംബത്തെ അങ്ങ് കോരി അങ്ങ് എറിയാമെന്ന് വിചാരിച്ചു. കോരാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് വന്നവനെക്കാട്ടിൽ അമ്മി ഉഗ്രൻ സാധനമാ ആര്? പ്രാർത്ഥിക്കുന്ന മൊർദെഖായി. നിങ്ങൾക്കറിയാമോ, ഒരു കാര്യം പറയാം, ചെറുക്കൊക്കെ തോന്നും നിന്നെ എന്തോരൊക്കെ അങ്ങ് ചെയ്യാമെന്ന്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അടുക്കുമ്പോഴാണ് നിന്റെ ബന്ധം തിരിച്ചറിയുന്നു. ഓ ഗ്ലോറി ടു ഗോഡ്. നിന്റെ പിടി ഇവിടെ അല്ല, നിന്റെ പിടി സ്വർഗവുമായിട്ടാ. തിരിച്ചറിഞ്ഞ ഒരു ആമീൻ പറഞ്ഞാട്ട്. എത്ര പേർക്ക് ആ വെളിപ്പാടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ധൈര്യത്തോടെ മുമ്പോട്ട് പോ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല. ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യന്മാര് 12 പേരുണ്ടെങ്കിലും 3 പേര് വ്യത്യസ്തരായിരുന്നു. ആ 3 പേരെയും കൊണ്ട് കർത്താവ് മറുവമലയുടെ നെറുകെ പോയി. അവിടെ ചെന്നുവെച്ച് അവരുടെ മുമ്പിൽ കർത്താവ് എന്ത് ചെയ്തു? ഒന്ന് രൂപാന്തരപ്പെട്ടു. ഇത് കണ്ട പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന. കണ്ടോ, ചിലരൊക്കെ പറയും ഒരു പ്രേയറിന് പോയതാ, ഇപ്പൊ അവൻ തിരിച്ചു വരുന്നില്ല, എപ്പോഴും അവിടെ. അതിൻ്റെ കാരണം ഹോളിനകത്തെ ബൾബ് കണ്ടോണ്ടല്ല, അവൻ ഇതിനേക്കാൾ വലിയൊരു പ്രകാശം കണ്ടു. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങണം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, ആരെല്ലാം പറിച്ചെറിഞ്ഞാലും നീ വിട്ടുപോകരുത്. കാരണം നീ കണ്ടത് യേശുവിനെയാ, നീ കണ്ടത് ദൈവസാന്നിധ്യത്തെയാ, നീ കണ്ടത് ജീവനുള്ള ദൈവത്തെയാ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഞാൻ സുവിശേഷ വേലയ്ക്ക് ബൈബിൾ കോളേജിൽ പഠിച്ചപ്പം എൻ്റെ കൂടെ പഠിച്ച പലരും സൗദി അറേബ്യയിൽ നിന്നൊരു ഗ്രൂപ്പായിട്ട് വേലയ്ക്ക് വിളിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബാച്ചിലോട്ട് പെട്ടെന്നൊരു 10 പേര് വന്ന് കയറി. ഹല്ലേലൂയ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാം തിരിച്ച് സൗദി ജോലിക്ക് പോയി. സ്തോത്രം. എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച പലരും ഇഷ്ടിക കമ്പനി തുടങ്ങി. പലരും സ്തോത്രം, ചിലരൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി, ചിലരൊക്കെ ഏലത്തോട്ടം വാങ്ങിച്ചു, ചിലരൊക്കെ ദൈവത്തിന് സ്തോത്രം കൃഷിസ്ഥലം വാങ്ങിച്ചു. പക്ഷേ ഞാൻ ഇന്നും കർത്താവിൻ്റെ വേലയിലാ. കൂടെ പഠിച്ച ചിലരൊക്കെ ദൈവവേലയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ നിന്നോടൊരു ദൂത് പറയാം കുഞ്ഞെ, ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ അസാധാരണ ദൈവകൃപ വേണം. ഞാൻ ഇച്ചിരൂടെ ഗഹനമായി ദൂത് പറയാം. പക്ഷെ ഒരു കാര്യം, നീ ഒരാളോട് പറ്റിയിരുന്നാൽ മറുവമലയുടെ നെറുകെന്ന് വരുമ്പോൾ പത്രോസ് പറയാ, കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത്. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഒരു വാക്ക് മറക്കാതെ എഴുതി, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷിയാ. എപ്പോഴാണ് നീ മഹിമ കണ്ട? മറുരൂപ മലയുടെ നെറുകയിൽ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ അവർ കണ്ടു. ഒരാൾ ദൈവത്തെ കണ്ടാൽ പിന്നെ 1 ഇഞ്ച് അവൻ പുറകോട്ട് പോകത്തില്ല. ദൈവത്തെ കാണാത്തവന് തൊട്ടാവാടി വിശ്വാസിയോ, ഒന്ന് തൊട്ടാവാടിപ്പോ. ഞാൻ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. നമ്മൾ സ്തോത്രം വചനത്തിലേക്ക് വരാം. കർത്താവിനോട് നമ്മൾ പറ്റിയിരിക്കണം. നല്ലൊരാമയും പറഞ്ഞാട്ട്, ഹർത്ത് വിളിച്ചൊരാമയും പറഞ്ഞാട്ട്. 63 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോഴേ അവിടെ ശ്രദ്ധേയമായൊരു ദൂതുണ്ട്. 63 സങ്കീർത്തനത്തിൻ്റെ 8ാമത്തെ വചനം ശ്രദ്ധിച്ചേ. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. ദാവീദ് പറയാ, എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിങ്ങളുടെ ഉള്ളം ദൈവത്തോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പറ്റിയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ ഉള്ളം പറ്റിയിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സ്തോത്രം. ഈ ദൈവം നമ്മളൊരാൾ യേശുവിനെ കണ്ട് നമ്മുടെ ഉള്ളം ദൈവത്തോട് പറ്റുമ്പം ദൈവം നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്.
എന്നിട്ട് നീ ഒന്ന് രണ്ട് പാപം ചെയ്താലൊന്നും ആ അനുഗ്രഹം പെട്ടെന്ന് ദൈവം നിർത്തത്തില്ല. അപ്പം അനുഗ്രഹം നിർത്തിയില്ലെന്ന് കരുതി നീ വിശുദ്ധനാന്നല്ല. ഒരാമയും പറഞ്ഞാട്ട്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലോട്ട് ദൈവം കൊണ്ടുപോകുമ്പം നമ്മൾക്ക് വചനം പഠിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. കൊണ്ടുപോകുമ്പം അവരോട് പറഞ്ഞ് പാലും തേനും ഒഴുകുന്ന കനാൻ നാട് നിങ്ങൾക്ക് തരാം. പാലും തേനും ഒഴുകുന്ന കനാൻ നാട് തരാം. ദൈവം അവർക്ക് എന്തെല്ലാം കൊടുത്തെന്നറിയാമോ? ഒറ്റ വാക്യം ഞാൻ പറയാം. ദൈവം എന്തെല്ലാം കൊടുത്തെന്നറിയാം. ഒന്ന്, പകൽ ചൂട് കൊള്ളാതിരിക്കാൻ അവരുടെ തലയുടെ മുകളിൽ മേഘം വിരിച്ചു. രാത്രി തണുപ്പടിക്കാതിരിക്കാൻ അവർക്ക് ദൈവത്തിന് സ്തോത്രം അഗ്നിയെ കത്തിച്ചു നിർത്തി. മാത്രമല്ല അവരുടെ ഉടുപ്പ് പഴകിയില്ല. എല്ലാ ദിവസവും രാവിലെ പുതിയ ഉടുപ്പ് പോലെ, നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ച് രാവിലെ ഇടുന്ന പോലെ ഉടുപ്പ്. രണ്ട്, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. മൂന്ന്, അവരുടെ കാല് വീങ്ങിയില്ല. അവർക്ക് ദൈവം മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ അവർ തെറ്റ് ചെയ്തപ്പോഴും ദൈവം അത് അവർക്ക് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കൊടുത്തുകൊണ്ടിരുന്നു. ബ്രദറെ, ഞാൻ ഒന്നുമില്ലാതെ കർത്താവിനെ വിളിക്കാൻ ഇറങ്ങിയ, എനിക്കിപ്പോൾ വീടൊക്കെ ഉണ്ട്, എൻ്റെ പിള്ളേർ അമേരിക്കയിലാണ്. ശരിയാവേ? ദൈവ സപ്ലൈ നിർത്താത്തത് നിന്റെ ദൈവത്തിൻ്റെ നീതിയാണ്. പക്ഷേ നിന്റെ അനുഗ്രഹം കുറഞ്ഞില്ലെന്ന് കരുതി നീ വിശുദ്ധനാന്നല്ല അർത്ഥം. അവിടെ നിങ്ങൾ പഠിക്കണം. ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ മന്ന തിന്നവൻ, ഇറച്ചി തിന്നവൻ, മേഘത്തിന്റെ കീഴിൽ ഇരുന്നവൻ, അഗ്നിയുടെ കീഴിൽ ഇരുന്നവൻ, ഉടുപ്പ് പഴകാത്തത്, ചെരുപ്പ് തേയാത്തത്, കാല് വീങ്ങാത്തത്, മന്ന തിന്നവൻ, ഇറച്ചി തിന്നവരിൽ 2 പേരൊഴികെ ആരും കനാൻ നാട്ടിൽ പോയില്ല.